I'm Ennemcien. Let us see modulation. Modulation എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രമീകരണം, ക്രമീകരിക്കുക. സൗണ്ട് മോഡുലേഷൻ, ശബ്ദ ക്രമീകരണം. നമുക്കറിയാം ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പൊതുവേ പറയുന്നത് ദറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് ഇൻ്റലിജൻസ്. മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ശബ്ദരൂപത്തിലാണല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സ്പീച്ച്, മ്യൂസിക്, ഇതൊക്കെ. അപ്പോൾ മനുഷ്യൻ്റെ ശബ്ദം നമുക്കറിയാം തിയററ്റിക്കൽ ലിമിറ്റ് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇത് ഈ സൗണ്ടിൻ്റെ ഫോമിൽ തന്നെ നമുക്ക് ദൂരദേശങ്ങളിലേക്ക് വിടാൻ പറ്റില്ല. നമ്മൾ എത്ര ഒച്ചത്തിൽ സംസാരിച്ചാലും ഒരു പരിധിക്കപ്പുറം ശബ്ദം പോവില്ല. ആംപ്ലിഫയർ ഉപയോഗിച്ച് ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ച് വിട്ടാലും ഏതാനും കിലോമീറ്റർ വരെയൊക്കെ ഇതിന് പോകാൻ പറ്റും. ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ ഇത് പോവില്ല. അപ്പോൾ ചെയ്യുന്നത് ഇത് ദൂരദേശങ്ങളിലേക്ക് വിടണമെങ്കിൽ റേഡിയോ വേവ് ആക്കി ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അവിടെ ഒരു പ്രശ്നമുള്ളത് ലോ ഫ്രീക്വൻസിയാണ് മനുഷ്യ ശബ്ദം. 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ വലിയ ഫ്രീക്വൻസി ഒന്നുമല്ല. ഈ 20,000 ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി, ബേസ് ബാൻഡ് ഫ്രീക്വൻസീസ് എന്നാണ് പറയുന്നത്. ബേസ് ബാൻഡ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതിനെ ആ ബേസ് ബാൻഡ് എന്ന് പറയും. ഈ ബേസ് ബാൻഡ് ഫ്രീക്വൻസി താരതമ്യേന കുറവാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10,000 ഹെർട്സ് 10,000 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ, മനുഷ്യ ശബ്ദത്തിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി 10,000 വരുമല്ലോ. അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. എങ്കിൽ എത്ര വേവ് ലെങ്ത് ഉണ്ടാവും നോക്കുക. F is 10,000, ലാംഡ c/frequency, V equals n lambda, frequency into wavelength. അപ്പോൾ wavelength is c/f. C is 3 into 10⁻⁸ meter per second by 10,000. ഇത് 3 into 10⁻⁴ മീറ്റർ എന്ന് വരും. എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ. ഇത് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലും ദൂരദേശങ്ങളിലേക്ക് വിടണമെങ്കിലും ആൻറ്റന വേണം. ഈ ആൻറ്റനയുടെ പൊക്കം, സൈസ് ഈ വേവ് ലെങ്തിൻ്റെ ഓർഡറിലായിരിക്കണം. അപ്പോൾ ഈ 10,000 ഹെർട്സ് നമ്മൾ EM വേവാക്കി ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ 30 കിലോമീറ്റർ പൊക്കമുള്ള ആൻറ്റന വേണം. അത് കുഞ്ഞുകളിയാണ് 30 കിലോമീറ്റർ പൊക്കമുള്ള ആൻറ്റന എന്നൊക്കെ പറഞ്ഞത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അതുമല്ല, ഫ്രീക്വൻസി 10,000 കുറഞ്ഞ ഫ്രീക്വൻസി കൂടുതൽ മനുഷ്യശബ്ദത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആവറേജ് എടുക്കുമ്പോൾ ഇതിൽ ഉയർന്ന പൊക്കമുള്ള ആൻറ്റിന വേണം, ജൈജാവൻറ്റിക് ആൻറ്റിന വേണം. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അത്രയും പൊക്കമുള്ള ആൻറ്റിനയൊക്കെ ഇറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് പരമായിട്ടും കോസ്റ്റ് എഫക്റ്റീവ് അല്ല, പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്ര ലോ ഫ്രീക്വൻസികളെ നമുക്ക് നേരിട്ട് EM വേവാക്കി ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടതാണ്. ജൈജാൻറ്റിക് ആൻറ്റനയുടെ ആവശ്യം അവിടെ വരും. ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. മറ്റൊരു പ്രശ്നം, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഫ്രീക്വൻസി ഈ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ സ്റ്റേഷനിൽ നിന്നും ഇതേ ഫ്രീക്വൻസികളിൽ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സ്റ്റേഷൻസ് തിരിച്ചറിയുന്ന എങ്ങനെ? ഒരിടത്ത് പാട്ടാണ്, ഒരിടത്ത് വാഴക്കൃഷിയായിരിക്കും ഒരു സ്റ്റേഷനിൽ, മറ്റു സ്റ്റേഷനിലെ യോഗാഭ്യാസമായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് സെറ്റിൽ കയറി വരത്തില്ലേ? അപ്പോൾ സ്റ്റേഷൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വയ്യാതെ വരും. നമുക്ക് ആവശ്യമുള്ള ഒരു പ്രത്യേക സ്റ്റേഷൻ്റെ പ്രോഗ്രാം നമുക്ക് വേർതിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളാണ് ബേസ് ബാൻഡ് അല്ലെ ലോ ഫ്രീക്വൻസി അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ. ഒന്ന്, റിക്വയർമെൻറ്റ് ഓഫ് ജൈജാൻറ്റിക് ആൻറ്റന, വളരെ വലിയ ആൻറ്റനയുടെ ആവശ്യകത അവിടെ വേണ്ടിക്കൊണ്ട് അത് പ്രായോഗികമല്ല. 2, അൺഇൻ്റലിജിബിളാകും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേഷൻസ് തമ്മിൽ.
എല്ലാ സ്റ്റേഷനിൽ നിന്ന് ഒരേ ഫ്രീക്വൻസിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആകും. നമുക്ക് സ്റ്റേഷൻസ് സെപ്പറേറ്റ് റിസീവ് ചെയ്ത് പ്രോഗ്രാം കാണാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആണ് മോഡുലേഷൻ എന്ന ടെക്നിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു വേവ് തിരഞ്ഞെടുക്കും. ഈ ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴുള്ള ഗുണം എന്താ? ആൻറ്റിനയുടെ സൈസ് കുറച്ച് മതി. മാത്രവുമല്ല, അതിന് എനർജി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുന്തോറും എനർജി കൂടും. അപ്പോൾ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്മിഷൻ സാധ്യമാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ സാധ്യം. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം അല്ലെ ഓഡിയോ സിഗ്നൽ അല്ലെ ബേസ് ബാൻഡ് എന്നതിന് പറയുന്നത്, ബേസ് ബാൻഡ് സിഗ്നലിനെ ഒരു കരിയർ വേവുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങ് വിടും. ഈ കരിയർ വേവ് ഇതിനെയും കൊണ്ട് പോയിക്കുള്ളൂ. ഈ കരിയർ വേവിൻ്റെ ഈ ബേസ് ബാൻഡ് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് മോഡുലേഷൻ എന്ന് പറയുക. അതിന് ചെയ്യുന്നത് കരിയർ വേവിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഈ ബേസ് ബാൻഡ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നലിൻ്റെ സ്വഭാവത്തിന് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറ്റിക്കൊണ്ടിരിക്കും. സോ modulation is the process by which some property of a high frequency wave, radio wave called a carrier wave, is changed in accordance with frequency of the base band signal. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട സിഗ്നലാണ്. ഇത് 3 തരം മോഡുലേഷനുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. നമ്മൾ കാര്യമായിട്ട് അല്പം എങ്കിലും ഒന്ന് പഠിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. ഫ്രീക്വൻസി മോഡുലേഷനും ചെറുതായിട്ട് ഉണ്ട്. ഇതെല്ലാം അല്പം ഉള്ളൂ. ഇത് ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ കാണിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി കുറഞ്ഞ സാധാരണ മനുഷ്യ ശബ്ദത്തിലുള്ള ഒരു സിംഗിൾ ഫ്രീക്വൻസിയെ കാണിച്ചിരിക്കുന്നത്, സിംഗിൾ വേവ്. ഇതിനെ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് വിളിക്കും. ഇതിൻ്റെ ഇക്വേഷൻ V = A sin ω/s t. ω/s എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ ഒമേഗ സബ്സ്ക്രിപ്റ്റാണ്. ω/s 2π × fs. fs എന്ന് പറയുന്നതായി 20 Hz മുതൽ 20,000 Hz വരെ. അതിലേതായാലും ഒരെണ്ണം ഇപ്പോൾ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് എ, ഈ സൈനിൻ്റെ കൂടെ വരുന്ന എ. ഇനി കരിയർ വേവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വളരെ കൂടിയ കരിയർ വേവാണ്. ഇപ്പം നോക്കിയ കരിയർ വേവ് ഇപ്പോൾ 100 MHz ഒരു കരിയർ വേവ് എടുത്താൽ 100 MHz ആണ് കരിയർ വേവ് എന്നിരിക്കട്ടെ. അപ്പോൾ 10⁻100 MHz എന്ന് പറയുമ്പോൾ 10⁸ Hz. ഇതിൻ്റെ വേവ് ലെങ്ത് എത്ര വരും? 3c/ ഫ്രീക്വൻസി, വെലോസിറ്റി ബൈ ഫ്രീക്വൻസി, 3 × 10⁸ ബൈ 10⁸. ദാറ്റ് ഈസ് 3 മീറ്റർ. അപ്പോൾ നോക്കിയാൽ ലാംഡ വെറും 3 മീറ്ററേ ഉള്ളൂ. ആൻ്റനയുടെ പൊക്കം 3 മീറ്റർ മതി. അത് വളരെ കുറവ് കൈകാര്യം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ കരിയർ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി വേവിനെ കരിയറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ കരിയർ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വരയ്ക്കുന്നത്. മെഗാഹെർട്സ് ഒക്കെ GHz വരും. ഇതിൻ്റെ ഇക്വേഷൻ V = B sin ω/c t. ω/c 2π × fc. fcക്ക് കരിയർ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇത് വളരെ കൂടിയ വാല്യൂ FC. ഇത് സിഗ്നൽ ഫ്രീക്വൻസി, കുറഞ്ഞ ഫ്രീക്വൻസി, ഇത് കൂടിയ ഫ്രീക്വൻസി. B എന്ന് പറയുന്ന കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഈ ആംപ്ലിറ്റ്യൂഡ്, ഈ കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റാണ്. ഇത് സിഗ്നൽ ഫ്രീക്വൻസിയുടെ ബേസ് ബാൻഡ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത്
വിടുന്നതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുക. അതായത് ഇപ്പോൾ 50 ഹെർട്സാണ് ബേസ് ബാൻഡ് സിഗ്നൽ എന്നിരിക്കട്ടെ, ഫ്രീക്വൻസി. എങ്കിൽ കരിയർ ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം കൂട്ടുക കുറയ്ക്കുക കൂട്ടുക കുറയ്ക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ അങ്ങ് വിട്ടച്ചാൽ മതി. അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവാണ്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ഒരു സ്വഭാവം അതിന് ഉണ്ട്. കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 50 ആണെങ്കിൽ കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം, ഓരോ സെക്കൻഡിലും 50 പ്രാവശ്യം വീതം ഒരളവ് വരെ കൂട്ടും കുറയ്ക്കും കൂട്ടും കുറയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം വഹിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ റിസീവിങ് എൻഡിൽ ചെല്ലുമ്പോൾ ഇതിന് ഏത് ഫ്രീക്വൻസിയാണ് ഇതിൽ മോഡുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. കാരണം ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ആംപ്ലിറ്റ്യൂഡ് കൂടുകയും ചെയ്യുന്നു എന്നുള്ളത് അവിടുത്തെ റിസീവറിലെ ട്രാൻസിസ്റ്റർ ഡയോഡ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ട് ഇതിനെ വേർതിരിച്ച് കയ്യിൽ തരും. അതാണ് ഡീമോഡുലേഷൻ അല്ലെ ഡിറ്റക്ഷൻ എന്ന് പറയുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വി വിൽ സീ ഇറ്റ് ഇൻ അനദർ പോസ്റ്റിംഗ്. താങ്ക് യു.